ഫേസ്ബുക്കിൽ പലർക്കുള്ളൊരു പ്രശ്നമാണ് ഫേസ്ബുക്കിൽ ടൈം കിട്ടുന്നില്ല. അതായത് നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ നമുക്ക് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ എനേബിളായി, ഇനിയിപ്പോൾ എനേബിൾ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സജഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്താണ് പേജ് ആക്റ്റീവായി ഇരിക്കുക എന്നുള്ളതാണ് പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഫുൾ ടൈം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നമുക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഫേസ്ബുക്ക് കയറി വീഡിയോസ് അപ്ലോഡ് ചെയ്യൽ അതൊക്കെ എന്തായാലും ഒരു ഇവൺ എല്ലാവർക്കും അത് സാധിക്കണം എന്നില്ല. ചിലവർക്കൊക്കെ ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, നമുക്ക് ചെയ്യാം. എസ്പെഷ്യലി ലേഡീസിനൊക്കെ എന്താണ് അവരുടെ വർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് ഇത് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് വീഡിയോസ് പോസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക, ഫോട്ടോസ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമുക്കത് അപ്ലോഡ് ചെയ്യണം. പക്ഷേ നമ്മളെടുക്കുക ടൈം ഒരു അരമണിക്കൂറാണ് നമ്മൾ ഫ്രീ ആയിട്ടുള്ളത്. ആ ഒരു ടൈം നമുക്കിതൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നമ്മുടെ പേജ് എപ്പോഴും ആക്റ്റീവായിരിക്കും. നമുക്ക് നമ്മളറിയില്ല, നമ്മളറിയാതെ തന്നെ അത് ഫേസ്ബുക്കിൻ്റെ സൈഡിൽ നിന്ന് അപ്ലോഡ് ചെയ്തിട്ട് കിട്ടുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മളെ പേജ് ഫുൾ ടൈം ആക്റ്റീവുമായി നമുക്ക് എന്താണ് പറയുക, നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ അതിൻ്റെ റിപ്ലൈ കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് ആക്കാൻ ഒരു പ്രത്യേക ടൈം കാണേണ്ട ആവശ്യമില്ല. നമ്മളെങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ വീഡിയോ സെലക്ട് ചെയ്തു, അതിനുശേഷം അതിൻ്റെ ലെങ്ത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ആ സ്പ്ലിറ്റ് എന്നുള്ളൊരു ഓപ്ഷനിൽ പോയിട്ട് എത്രയാണോ നമുക്ക് ആ വീഡിയോ ലെങ്ത്ത് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റീലിനൊക്കെ ഒരു 15 സെക്കൻഡ്സ് 30 സെക്കൻഡ്സ് എത്ര വെച്ചാൽ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഇഷ്ടമുള്ളത്ര ലെങ്ത്ത് എടുത്തതിന് ശേഷം സ്പ്ലിറ്റ് ചെയ്തു. അതിനുശേഷം വേണ്ടാത്ത ഭാഗങ്ങൾ ഞാൻ ഡിസ്കാർഡ് ചെയ്ത് കളയുകയാണ് ചെയ്തത്. വേണ്ടാത്ത ക്ലിപ്പിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം അതിൻ്റെ ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് മുമ്പേ ഞാൻ എൻ്റെ നമ്മളെ ലോഗോ ജസ്റ്റ് ഒന്ന് അതിൽ ആഡ് ചെയ്തു. അവനിവ എന്നിട്ടുള്ളൊരു ലോഗോ ജസ്റ്റ് അതിലൊന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് മുകളിൽ വെച്ച് കഴിയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ റേഷ്യോ എനിക്കൊന്ന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഞാൻ താഴേക്ക് വെച്ചു. അതിനുശേഷം ക്രോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തിട്ട് എന്താണ് ഇത്രയും നേരം ഉണ്ടായത് 16:9 എന്നുള്ള റേഷ്യോ ആയിരുന്നു വീഡിയോന്. അപ്പോൾ റീലിന് അത് ചിലപ്പോൾ ബോർഡർ ഇഷ്യൂ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ആ ബോർഡർ ഇഷ്യൂ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് ക്രോപ്പ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെയൊരു ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം സാധാരണ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് അടിക്കും. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം നമുക്കതിൻ്റെ ബാക്കി ഓപ്ഷൻസ് വരും. നമുക്കതിൻ്റെ ഹെഡിങ് ക്യാപ്ഷൻസൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് വരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, എന്താണോ നമ്മുടെ ആ വീഡിയോ അതിൽ മെൻഷൻ ചെയ്യുന്നത് അത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ക്യാപ്ഷൻസ് അത് കൊടുക്കുക. ഞാൻ അധികം മലയാളത്തിലാണ് ക്യാപ്ഷൻസ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് ജസ്റ്റ് മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇടുകയാണ് ചെയ്തത്. അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കുക. അതായത് എന്താണ് പിന്നെ നമുക്ക് ഷെഡ്യൂൾ ഓപ്ഷൻസാണ്. ഇൻസ്റ്റാഗ്രാമിലേക്ക് ലിങ്ക് ചെയ്യണമെങ്കിൽ അതുണ്ട്. അതുപോലെ തന്നെ ടാഗ് പീപ്പിൾ ഉണ്ട്. ആഡ് AI ലേബൽ. ഇപ്പോൾ നമ്മൾ AI കണ്ടൻറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും AI ലേബൽ ആഡ് AI ലേബൽ എന്നുള്ളത് നമ്മൾ ഓണാക്കിയിരിക്കണം. അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിന് ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഷെഡ്യൂളിംഗ് ഓപ്ഷൻ എന്നുള്ളത് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ആ ഷെഡ്യൂളിംഗ് ഓപ്ഷനിൽ ജസ്റ്റ് പോയതിന് ശേഷം എന്താണ് നമുക്കിപ്പോൾ ഡേറ്റും കാര്യങ്ങളൊക്കെ ആ ഷെഡ്യൂളിംഗ് ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഷെഡ്യൂളിംഗ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലത് പോസ്റ്റ് ഇപ്പം പോസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. അതല്ലെങ്കിൽ ഷെഡ്യൂൾ നൗ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇന്ന് 12-ാം തീയതിയാണ് നവംബർ. ജസ്റ്റ് ഞാൻ 12 ഇന്ന് 11 നാളെ 12. അപ്പോൾ ഞാൻ നാളത്തേക്കാണ് ഞാൻ ഷെഡ്യൂൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് 12 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്കിപ്പോൾ എത്രാം തീയതിയാണ് വേണ്ടത് വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇത് കാണിക്കുന്നതേ ഉള്ളൂ. 12-ാം തീയതി എടുത്തു. അതിൽ ടൈം വരും. ആദ്യം ഡേറ്റ് കൺഫേം ചെയ്തതിന് ശേഷം ജസ്റ്റ് ടൈം ക്ലോക്ക് കാണിക്കുന്നതായിരിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ടൈം സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. ഞാനിപ്പോൾ 6:45 കാണിച്ചത്. 12-ാം തീയതി ഈവനിങ് 6:45 ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. അത് ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, ദെൻ സെയിം ടൈം അതിലപ്പോൾ കാണാൻ കഴിയും
അതുപോലെ തന്നെ കോപ്പിറൈറ്റ് ചെക്ക് ചെയ്യാൻ കഴിയും. നമ്മളിട്ട വീഡിയോ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിൻ്റെ ഫുൾ ടൈം ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഞാനിടുന്ന വീഡിയോസിന് എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അന്നേരം തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഷെഡ്യൂളിംഗ് ഓപ്ഷൻസിൽ കാണുന്നുണ്ടോ ടുമാറോ, ഇത് നമ്മൾ എപ്പോഴാണോ ഷെഡ്യൂൾ ചെയ്തത് അത് കൃത്യമായിട്ട് ആ ഷെഡ്യൂളിംഗ് ഓപ്ഷൻസിൽ കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം സാധാരണ പോലെ നമ്മളെ വീഡിയോ പോസ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഇത് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എന്നെക്കൊണ്ടാവുന്ന സംശയങ്ങൾ ഞാൻ സോൾവ് ചെയ്ത് തരാം. താങ്ക് യു.